നമസ്കാരം. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഇപ്പോഴും ഉള്ളത് ഹൂസ്റ്റണിലാണ്, USA-ൽ. ഇവിടെ പ്രഭാതം പൊട്ടി വിടരുകയാണ്. രാവിലെ 6:30 ആവുന്നു. അപ്പോൾ ഒരു മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാനും ചേട്ടായിയും ബോംബെയിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് റിട്ടേൺ എയർപോർട്ടിലേക്ക് വരിക. അപ്പോൾ ഈ ഡിപ്പാർച്ചറിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കാം. അപ്പോൾ ഒരു ചേട്ടയ്ക്ക് ഓർമ്മയുണ്ട് ആ കുട്ടി? നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു അപ്പനും ഒരു 12 വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ഒരു പെൺകുഞ്ഞ്. അപ്പോൾ അപ്പനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം വെക്കുന്നു, മുടിയിൽ ഇങ്ങനെ തലോടുന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഈ എയർപോർട്ടിനകത്തേക്ക് കയറിയ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ വാച്ച് വരെ ഊരിയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ മോളുടെ ആ ഗേറ്റ് നമ്പർ അതിനകത്തുണ്ട്. ഗേറ്റ് നമ്പർ നോക്കിയിട്ട് അവിടെ പോയിരിക്കണം. ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് മിസ്സാവരുത്. അയൽ സീറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഒത്തിരി എല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇടയ്ക്ക് കൊച്ചിന്റെ കണ്ണ് നിറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അപ്പന്റെ മോളുടെ ഈ വൈകാരിക നിമിഷങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ പ്രത്യേകം ഒന്ന് ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പൻ ഈ മോളെ എയർപോർട്ടിനകത്തേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് മോള് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പനെ കൊണ്ട് പുറത്ത് നിൽപ്പുണ്ട്, ടാറ്റ കാണിക്കുന്നു ഇങ്ങനെ. അപ്പൊ ഈ പോകുന്നതിന് മുമ്പ് അപ്പനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ മോള് പറയാണ്, അപ്പാ എനിക്ക് പുതിയ പപ്പയെ എനിക്ക് ഇഷ്ടമില്ല പപ്പ, എനിക്ക് പുതിയ പപ്പേനെ എനിക്ക് ഇഷ്ടമില്ല പപ്പ എന്നും പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാം. അപ്പൊ ഉണ്ടല്ലോ ഈ അപ്പന്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കുട്ടുകുട്ടാ കണ്ണുനീരൊഴുക. എന്നിട്ട് തുടയ്ക്കുക, കർച്ചിഫ് കൊണ്ട് ആരും കാണാൻ തുടച്ചിട്ട് വീണ്ടും കെട്ടിപ്പിടിച്ചിട്ട് മുത്തം വെക്കുക. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ആ കുട്ടിയുടെ അപ്പനും അമ്മയും ഡിവോഴ്സായി. ആ കുട്ടിയുടെ അപ്പനാണിത്. അപ്പോൾ ഡിവോഴ്സ് ആയതുകൊണ്ട് കോടതി നിയമപ്രകാരം എന്തോ വെക്കേഷൻ സമയത്ത് കുറച്ച് ദിവസം അപ്പൻ്റെ കൂടെ കാണാൻ അനുവദിച്ച സമയത്ത് വന്ന് കാണുകയാണ്. കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴി എയർപോർട്ടിലേക്ക്, കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റ് ആണ്. അപ്പം മുംബൈ എയർപോർട്ടിൽ നിന്ന് മോളെ കയറ്റി വിടുകയാണ്. അപ്പൊ കയറ്റി വിടുമ്പോൾ അപ്പൻ മകളെ ഉപദേശിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആ സുന്ദര മുഹൂർത്തങ്ങളാണ് കണ്ടത്. പക്ഷെ അത് ശരിക്കും കരളലിയിക്കുന്ന ഒരു രംഗമായിരുന്നു. അതിൽ നിന്ന് എന്താണ് ഞാനും ജിജിയും പഠിച്ചൊരു പാഠം പറയാവേ. നമ്മള് ഒരു മനുഷ്യൻ ചെയ്യുന്ന പണി ഒരു മനുഷ്യൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ അവൻ കുട്ടിക്കാലത്ത് എങ്ങനെയെങ്കിലും പഠിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയാ. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയ പിന്നത്തെ ആളുടെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കുറച്ച് സമ്പാദിക്കണം എന്നാണ്. സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നായി. പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷവും ഇവൻ മക്കളെ പോറ്റാൻ വേണ്ടി സമ്പാദിക്കണം എന്നുള്ള തിരക്കിലാണ്. അപ്പൊ ഈ സമ്പാദ്യത്തിന്റെ തിരക്കിൽ പലപ്പോഴും മക്കൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മറന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ പരസ്പരം ഏതെങ്കിലും ഒരു തരത്തില് ഒരു പവർ സ്ട്രഗിൾ വന്നു പോയാൽ, അതായത് നീയാണോ വലുത് ഞാനാണോ വലുത്, നീ കൂടുതൽ സമ്പാദിക്കുന്നോ ഞാൻ കൂടുതൽ സമ്പാദിക്കുന്നോ, നിനക്ക് കൂടുതൽ സൗന്ദര്യമോ എനിക്ക് കൂടുതൽ സൗന്ദര്യമോ, നിന്നെ കൂടുതൽ ആൾ ബഹുമാനിക്കുന്നോ എന്നെ കൂടുതൽ ആൾ ബഹുമാനിക്കുന്നോ എന്നുള്ള ഒരു ഈഗോ, അത് പല ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം ഈ ഈഗോ സൃഷ്ടിച്ചെടുക്കും. ഇപ്പൊ നമ്മളുടെ ഇടയിൽ വേണമെങ്കിൽ ചിലർക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ഈഗോ സൃഷ്ടിക്കാം. കാരണം നമ്മൾ തല്ലുന്ന കാണാൻ ഒരു സന്തോഷമായിരിക്കും. ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഈഗോ സൃഷ്ടിച്ചെടുത്ത് കുടുംബത്തില് പരസ്പരം ഞാനോ നീയോ വലുതെന്നും പറഞ്ഞ് വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറുമ്പോൾ നഷ്ടപ്പെടുന്നത് മക്കളുടെ ജീവിതമാണ്. നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു ജീവിതം. സ്കൂളുകൾക്ക് സിംഗിൾ പാരന്റ് എന്നൊരു കോളമുണ്ട്. സിംഗിൾ പാരന്റ്. അപ്പൊ സിംഗിൾ പാരന്റിന്റെ എണ്ണങ്ങൾ കൂടി വരിക. പക്ഷെ നമ്മൾ ഈ സിംഗിൾ പാരന്റിന്റെ പോലെ നമ്മൾ ജീവിക്കാൻ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് മക്കളും മക്കളുടെ ഭാവിയാണ്. അതാരും മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഒത്തിരി വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ചേട്ടയ്ക്ക് അറിയാമോ, നമ്മൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്റ്റാറ്റസ് വേണം. ഒരു വലിയൊരു കാർ എടുക്കും, ലോൺ എടുത്തിട്ടായിരിക്കും. പിന്നെ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാൻ നോക്കും, അതും ലോൺ എടുത്തിട്ടായിരിക്കും. പിന്നെ നമ്മളുടെയൊക്കെ ലൈഫില് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. സത്യം. അത് പ്രത്യേകിച്ച് വിദേശത്ത് വരുമ്പോഴാണ് നമ്മളത് കാണുന്നത്. അതായത് ഈ കേരളത്തിൽ നിന്ന് ഒത്തിരി പഠിച്ച് ഒരുപാട് വിറ്റ് പെറുക്കി എല്ലാം ആയിട്ട് വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് ചെല്ലും. അവിടെ ചെന്നൊരു ജോലി കിട്ടി കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു നല്ല വീട് വാങ്ങി, നല്ലൊരു കാറ് വാങ്ങി, ബാക്കി മലയാളികളുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസ് സൂക്ഷിക്കാൻ ഇത് ചെയ്യും. പിന്നെ ഇവര് മരണം വരെ ഇതിന്റെ ലോൺ അടക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. പക്ഷെ നമ്മുടെ ആയുസ് തീരുമ്പോഴത്തേക്കും നമ്മൾ പുറകോട്ട് ഒരു 65 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പുറകോട്ട് തിരിഞ്ഞു നോക്കും, ഞാൻ എന്തിനാ ഓടിയേ,
വീടിന്റെ ലോൺ അടയ്ക്കാൻ. ഞാൻ എന്തിനാ ഓടിയേ? വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ, വാട്ടർ ബില്ല് കെട്ടാൻ, കറണ്ട് ബില്ല് കെട്ടാൻ. ഇല്ലേ? മോൻ സി എവിടെ എത്തി, മോൾ എവിടെ എത്തി ആ നോക്കുമ്പോ അവര് അല്ല, കറക്റ്റ് ആയിട്ട് എവിടെയും കരകയറി എത്തിയിട്ടില്ല. എത്തിയിട്ടുമില്ല. മാത്രല്ല ഞാൻ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ, ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ടോ? പക്ഷെ സമയമില്ല. നമ്മള് ഓട്ടാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. അതാണ് ഫിലോക്കാലിയ ഫാമിലി. എന്റെ പൊന്നെ, നമ്മൾ അവസാനം ഒന്ന് കണ്ണടക്കുമ്പോഴേ ഒന്ന് അതെ. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആസ്വദിച്ച് മരിക്കാനുള്ള ഏക കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി ചെലവഴിച്ച് ആ നിമിഷങ്ങൾ. മൂമെന്റ് ഓർക്കുമ്പോൾ ഉള്ളൊരു സുഖം മാത്രമേ ലൈഫിൽ ബാക്കിയുള്ളൂ. യെസ് എന്തിനാ ഇത്രയൊക്കെ പറയുന്നതെന്ന് യെസ്. വെച്ചാൽ ഇപ്പം ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിക്ക് പറയാനുള്ള ഒരു കാര്യം എന്നാണെന്നറിയോ? നമ്മൾ കാറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്വത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വിദ്യാഭ്യാസത്തിൽ, ഇതൊക്കെ ചെയ്യുമ്പോഴും ബന്ധങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇതുവരെയും വ്യക്തമായി പഠിച്ചിട്ടില്ല. അതായത് നിന്നിൽ ഞാൻ കുറേ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഒരു കാര്യം നമ്മൾ ഇന്നുവരെ പഠിച്ചിട്ടില്ല. ഇല്ല ഹൗ ഇല്ല. ടു ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ്. ഓ ആ അത് വലിയൊരു കാര്യമല്ലേ? നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പലിശക്ക് കൊടുക്കാൻ പഠിക്കുക, അത് ഇത് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ പഠിച്ചിട്ടില്ല. ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ്. അത് നന്നായി പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഫിലോക്കാലിയ ഫിലോക്കാലിയ ഫാമിലി ഫാമിലി അക്കാഡമി. അക്കാഡമി. ഇനി അതിന്റെ ധ്യാനം എന്നാ ഉള്ളതെന്ന് പറഞ്ഞില്ല. നമ്മള് 3 ദിവസം താമസിച്ചിട്ടുള്ള ഫിലോക്കാലിയുടെ ധ്യാനം കറുകുറ്റി അങ്കമാലിയിൽ വെച്ചിട്ടാണ്. ആ, ജൂലൈ 11 തൊട്ട് 14 വരെ. അതുകൂടാതെ ജൂൺ 8-ാം തീയതി നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം, ടീനേജ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പെഷ്യൽ 1 ഡേ വർക്ക്ഷോപ്പ്, 1 ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അതുകൂടാതെ ജൂണിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അതായിരിക്കട്ടെ, ഈ ജൂൺ 8-ാം തീയതി പ്രത്യേകത, നമ്മളെ നാട്ടിലെത്തുമ്പോൾ ഓൾറെഡി ജൂൺ 5, 6 ആവും. 5-നെത്തുന്ന എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ പ്രോഗ്രാം വെക്കാനുള്ള കാരണം ഈ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വഴിതെറ്റുന്നത് യുവതികളാണ്. യുവതികൾ എന്ന് പറഞ്ഞാൽ ഈ ടീനേജ് പെൺപിള്ളേരാണ്. ഒരു 9th മുതൽ അങ്ങോട്ട് 12th കഴിഞ്ഞ് ചേട്ടായി. അതെ പറഞ്ഞു. അല്ല, നീ പറഞ്ഞു ചേട്ടായി വഴി വിളിച്ചു. തെറ്റുന്നതല്ല ചേട്ടായി, പാവങ്ങളാ പെൺകുട്ടികള്. വഴി തെറ്റിക്കുന്നതാണ്. അതായത് സാഹചര്യങ്ങള്, സമ്മർദ്ദങ്ങള് ഒക്കെയുള്ള വഴി തെറ്റിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തെന്ന് കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാൻ പറ്റും. അവർക്ക് ലോജിക്കലി അവരെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, അവരെന്തുകൊണ്ട് ഇങ്ങനത്തെ കൂട്ടുകെട്ടിപ്പെട്ടു പോകുന്നു, അതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നൊക്കെ ഒരു മൂന്നാമതൊരാൾ വ്യക്തമായി ഈ മക്കളോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവരൊരു പെട്ടുപോകില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ 10,000-കണക്കിന് പെൺപിള്ളേരെയും ആൺപിള്ളേരെയും അവർ കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചതാണ് ഈ ഫിലോക്കാലിയ ഫാമിലിക്ക്. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ പെൺമക്കളെ ഒരു 8-ാം ക്ലാസ് മുതൽ അങ്ങോട്ട് കോളേജ് വരെയുള്ള നിങ്ങളുടെ പെൺമക്കളെ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കാൻ, ഈ മകൾക്കായി എന്ന പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അടുത്ത പ്രോഗ്രാം എത്രയോ ഡിവോഴ്സ് കേസുകളാണെന്ന് അറിയാവോ? ഡിവോഴ്സ് ഫയൽ ചെയ്ത് 2-3 ഹിയറിംഗ് കഴിഞ്ഞവരെയാണ് ഞങ്ങളിന്ന് സംസാരിച്ച് സ്വസ്ഥമായിട്ട് സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ, അയ്യോ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ, അയ്യോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലേ എന്നൊരു സെക്കൻഡ് തോട്ട് വരുന്നത്. ഞങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു സെക്കൻഡ് തോട്ട് മാത്രമാണ്. അതിന്റെ കാര്യം പറയാം. ഇപ്പം ഞാനും ജിജിയും തമ്മിൽ നല്ല വഴക്കുണ്ടാക്കുന്നു. ഞാൻ ഓടിപ്പോയി ജിജിയുടെ ബന്ധുക്കളോട് പരാതി പറഞ്ഞാൽ ജിജിയുടെ ബന്ധുക്കൾ എന്നും ജിജിക്ക് സപ്പോർട്ടായിരിക്കും. എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ എന്നും എനിക്ക് സപ്പോർട്ടായിരിക്കും. ശരിക്കും യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി സഹായിക്കാൻ ആർക്കാ പറ്റുക? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തെന്ന് കണ്ടെത്തി നിങ്ങളെ ജെന്യൂനായിട്ട് സഹായിക്കാൻ പറ്റുന്ന തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ദമ്പതികൾക്കേ പറ്റുള്ളൂ. അതായത് എല്ലാവരും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ നമ്മൾ അങ്ങനെ, ഇപ്പം ഇന്നലെയും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതായത് വളരെയധികം തകർച്ച നേരിടുന്ന ഒരു കുടുംബത്തിനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹണിമൂൺ കാലം തിരിച്ചെടുക്കാൻ ഞങ്ങൾ പറ്റിയില്ല. രണ്ടാമത് ഒന്നും കൂടി കെട്ടിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇച്ചിരി സന്തോഷമല്ലേ നമുക്കെല്ലാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു ഇച്ചിരി മനസ്സമാധാനം വേണ്ടത്. ഈ മനസ്സമാധാനത്തിന്റെ ബേസിക് എന്താണെന്നറിയോ? നിങ്ങൾ സ്നേഹിക്കുന്നവർ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, അവരും നിങ്ങളും തമ്മിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കണം. അപ്പോഴല്ലേ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം, അല്ലേ? ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ, അവരുമായിട്ട് എനിക്കൊരു വിഷമം ഇല്ലാതിരിക്കുമ്പോൾ, സ്നേഹത്തിലായിരിക്കുമ്പോൾ അല്ലേ ശരിക്കും സുഖല്ലേ? വീട്ടിലോട്ട് വന്ന് കേറുമ്പോ തന്നെ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ നല്ല രസകരമായിട്ട് തുടിച്ചോണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടി ഉള്ളൊരു എന്താ പറയുക, ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ ഈ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിൽ. നിങ്ങളൊക്കെ സാധനം എന്താ ചെയ്യുന്നത്? മനസ്സിന് ഒരുപാട് സ്ട്രെസ്ഡ് ആകുമ്പോൾ മക്കളെല്ലാം ഔട്ടിങ്ങിന് പോകണമെന്ന് പറയും. എന്നിട്ട് ഏതെങ്കിലും റിസോർട്ടിൽ പോയിട്ട് കുറേ കാശ് പിടിക്കും.
എന്നിട്ട് കുറെ സ്വിമ്മിംഗ് പൂളിൽ പോയി, കുറെ ട്രക്കിങ്ങിന് പോയി. ഇതെല്ലാം കഴിഞ്ഞ് അതേ അന്നേരം ഒരു ആശ്വാസം കിട്ടും. കിട്ടും. പക്ഷെ തിരിച്ച് കയറി വരുന്ന സെയിം വീട്ടിലാണ്, സെയിം സെയിം അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിലാണ്. ആണ്, സെയിം പീപ്പിൾ ആണ്. ആ, ഇല്ലേ? അവരുടെ സ്ഥലം മാറിയുള്ളൂ, മനസ്സിന്റെ ഗതിയിൽ ഒരു ആ. മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ഫിലോക്കലി അക്കാദമി ചെയ്യുന്നത് മനസ്സിന്റെ ഗതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്താനാണ് ആ, സൃഷ്ടിക്കുന്നത്. മനസ്സിന്റെ ഗതിയിൽ മാത്രമല്ല, നിങ്ങൾ വരുമ്പോൾ ഫിലോക്കാലം അക്കാഡമി ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. വിചാരിച്ച പോലെയല്ല. നിങ്ങൾ വരണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ. അക്കാഡമിയിലെ ആ ബ്യൂട്ടിഫുൾ സ്ഥലത്ത് വന്ന് ഒരു 2-3 ദിവസം താമസിക്കുകയോ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കുകയോ ചെയ്ത് മനസ്സിൽ മാറ്റം വരുത്തിയിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ സാഹചര്യം എത്ര മോശമാണെങ്കിലും നമുക്കൊരു ആ, പവർ കിട്ടും, ഒരു ഉള്ളിൽ എനർജി കിട്ടും ഉള്ളിൽ നമുക്ക്. നിന്ന് അവർ ഹാപ്പി. അല്ലെങ്കിലും എൻ്റെ സമാധാനം നിന്നെ പിഴിഞ്ഞെടുക്കേണ്ട ഒരു സാധനമല്ല, അത് എന്നിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു സാധനമാണ്. അതെങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു പരിപാടിയാണ് ഫിലോക്കാലി ഫാമിലി അക്കാഡമിയിൽ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നത് ക്ലാസ്സുകളും ഓറിയന്റേഷൻ പ്രോഗ്രാം, പ്രോഗ്രാം. ധ്യാനങ്ങള്, സെമിനാറുകൾ. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ഓർപ്പിക്കണം, ഇത് മാക്സിമം ഷെയർ ചെയ്യുന്നത്. കാരണം ഒത്തിരി തകർന്ന കുടുംബങ്ങളുണ്ട്, വഴിതെറ്റി പോകുന്ന മക്കളുള്ള കുടുംബങ്ങളുണ്ട്, ഇല്ലേ? ഒത്തിരി ബ്രോക്കൺ ഫാമിലീസ് ഉണ്ട്, സിംഗിൾ പേരന്റ് ഉണ്ട്. ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ജൂണിൽ മകൾക്കായിട്ട് വേണ്ടി മാത്രം നമുക്ക് പ്രോഗ്രാം, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ടീനേജ് പ്രോഗ്രാം ഉണ്ട്. അത് വിളിച്ച് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രം പ്രോഗ്രാം വിളിച്ച് ബുക്ക് ചെയ്യുക. ജൂലൈയിൽ 11 തൊട്ട് അങ്കമാലിയിൽ വെച്ചിട്ട് 3 ദിവസം ഞങ്ങളോടൊപ്പം താമസിച്ചിട്ടുള്ള ധ്യാനം. അത് ലിമിറ്റഡ് സീറ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 100 പേർക്കൊക്കെ ഉള്ളൂ. അക്കോമഡേഷൻ 3 പേരുടെ 100 പേർക്കേ ഉള്ളൂ, ലിമിറ്റഡ് സീറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ 3 ദിവസം ഞങ്ങളുണ്ടാവും. അത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും സെക്ഷൻസും നിങ്ങൾക്ക് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്നതാണ്. കാരണം 3 ദിവസം ഞങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അത് മിസ് ചെയ്യാതെ അതും നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 8281499768. അതുപോലെ തന്നെ വേറൊരു നമ്പറുണ്ട് 9497202752. പക്ഷെ പക്ഷേ അത് വിളിക്കേണ്ട സമയം പറഞ്ഞേക്കണേ. ഇതിപ്പോ സമയം കഴിഞ്ഞു, ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ സമയം ഇപ്പോൾ 5:30 ഓഫീസ് ടൈം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട സമയം എന്നും 9:30 to 5 PM. ഓക്കെ, രാവിലെ 9:30 മുതൽ 5 മണി വരെ. അതും മൺഡേ ടു സാറ്റർഡേ ഈ ദിവസങ്ങളിൽ വിളിക്കുക കേട്ടോ. ഇല്ലാത്തവർക്ക് ഞാൻ വാട്സപ്പും ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് വേണമെങ്കിൽ വിളിക്കുകയും റിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങളുടെ നമ്പരും ഇട്ടേക്കാം, എൻ്റെയും ചേട്ടായുടെയും പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൂസ്റ്റണിലാണ്. ഷിക്കാഗോയിൽ വലിയൊരു പ്രോഗ്രാം ഉണ്ട്. കപ്പിൾസിന് വേണ്ടിയിട്ടും യൂത്തിന് വേണ്ടിയിട്ടും പ്രോഗ്രാം ഉണ്ട്. അത് 24-ഉം 26-ഉം 27-ഉം ഡേറ്റുകളിലായിട്ടാണ്. അപ്പം എൻ്റെ ബ്രോഷർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷിക്കാഗോ മലയാളീസ് അത് പങ്കെടുക്കാനും വളരെയായിട്ട് അത് പ്രയോജനപ്പെടുത്തുക. നമുക്ക് നേരിട്ട് കാണാം. അപ്പം ഞങ്ങളിപ്പോൾ 2 ദിവസം കൂടെ ഹൂസ്റ്റണിലുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. നമുക്ക് ഒന്നിച്ച് സ്വർഗം പടുത്തുയർത്താം അല്ലേ ഏട്ടായി? ഭൂമിയിൽ. ഭൂമിയിൽ. അതായത് യെസ് യെസ്. നമ്മൾ ഭൂമിയിൽ നരകം അനുഭവിച്ചിട്ട് മേളിൽ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഭൂമിയെ ഒരു കുട്ടി സ്വർഗമാക്കിയിട്ട് പിന്നെ ആ വലിയ സ്വർഗത്തിലേക്ക് അതെ, ഒരു പോകുന്നതല്ലേ മിനി സന്തോഷം. സ്വർഗം നമുക്ക് അത് ഇവിടെ അനുഭവിക്കാം. Yes, അതാണ് ദൈവത്തിന്റെ ആഗ്രഹവും. യെസ്. സ്വർഗരാജ്യം നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥവും കൂടി ഉണ്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ കുടുംബമൊക്കെ ഒരു കുട്ടി സ്വർഗമാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വലിയ സ്വർഗത്തിലേക്ക് പോകാം അല്ലേ? അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. ചുമ്മാ ഒന്ന് ഷെയർ ചെയ്തിട്ട് വേണം പോവാന്. ഓക്കെ, ബൈ 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 ബൈ.